പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഗത്സമേനിലെ ഇരുളിൽ ഏകാന്തതയിൽ പിതാവിൻ്റെ അടുത്ത് ഈശോ തൻ്റെ ഹൃദയവേദനകൾ പങ്കുവച്ചു. ആ നിമിഷം വരെ തന്നോടൊപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരാരും തൻ്റെ വേദന കണ്ടില്ല. ചുറ്റും ഒരുപാട് പ്രിയപ്പെട്ടവർ ഉണ്ടായിട്ടും ഏകാന്തതയിൽ മനസ്സ് പൊള്ളിപ്പോയി. ഹൃദയം പൊട്ടുന്ന വേദനകൾ ആരോടും പറയാനാകാതെ വിങ്ങിപ്പോയ നിമിഷങ്ങളിൽ ഈശോ തൻ്റെ പിതാവിൻ്റെ അടുത്ത് ചേർന്നിരുന്നത് പോലെ അവൻ്റെ സ്നേഹമാകുന്ന കുരിശിനോട് നമുക്കും ചേർന്നിരിക്കാം. നമ്മുടെ ജീവിതം സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും വേദനകളുടെയും സമ്മിശ്രമാണ്. ഒരായുഷ്കാലത്തിൽ നാം ഒത്തിരി അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ നേരം നാം നോക്കേണ്ടത് നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിലേക്കാണ്. ദൈവമായിരുന്നിട്ടുകൂടി നമ്മളിൽ ഒരുവനായി ഭൂമിയിലേക്ക് അവതരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ഏറ്റുവാങ്ങിയ വേദനകളും അപമാനങ്ങളും നമുക്ക് സങ്കല്പിക്കുവാൻ പറ്റുന്നതിലും അപ്പുറമല്ലേ. തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ അവൻ നമുക്ക് വേണ്ടി അപ്പമായി 30 വയസ്സുവരെ ആരാലും അറിയപ്പെടാതെ മാതാപിതാക്കൾക്ക് വിധേയനായി അവൻ ജീവിച്ചു. അവൻ പരസ്യജീവിതം നയിച്ച് നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു. നീതേ അങ്ങോട്ടൊന്ന് നോക്കിയേ. നേരത്തെ നീ കണ്ട ഈശോ ആണത്. ചുടുചോരയിൽ കുളിച്ച് മുൾക്കിരീടമണി അവൻ നിൽക്കുന്നത് നീ കണ്ടോ? കൽത്തോണിൽ കെട്ടിയിട്ട് കാരിരുമ്പിൻ്റെ കായബലമുള്ള പടയാളി. ഉരുക്കിൻ കട്ടകളും ഈയക്കട്ടകളും കാരിരുമ്പാണികളും ചേർത്തുണ്ടാക്കിയ ചാട്ട കൊണ്ട് ആ മൃദു ശരീരത്തിൽ അവർ ആഞ്ഞെടുക്കുന്നത് നീ കണ്ടോ? ഓരോ അടി അടിച്ച് തിരിച്ചെടുക്കുമ്പോൾ മാംസക്കട്ടകൾ പറഞ്ഞു തൂങ്ങി ചാട്ടയോടൊപ്പം തിരിച്ചു വരുമ്പോഴുള്ള ആ പ്രാണവേദന നീ കാണുന്നുണ്ടോ? ഓരോ അടി കഴിയുമ്പോൾ മുകളിലേക്ക് നോക്കി അപ്പാ അപ്പാ എന്നവൻ്റെ വിളി നിന്റെ കാതുകളിൽ നീ കേൾക്കുന്നുണ്ടോ? നിനക്കു വേണ്ടിയല്ലേ അവനിതൊക്കെ സഹിക്കുന്നത്. ചങ്കോട് ചേർത്തു പിടിച്ച് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. രാത്രി മുഴുവൻ അടികൊണ്ടു നുറുങ്ങിയ വേദനയെടുക്കുന്ന ശരീരത്തിൽ അവനേക്കാൾ 10 ഇരട്ടി ഭാരമുള്ള കുരിശുമരം ചേർത്തു പിടിച്ച് അവൻ നടക്കുന്നത് നീ കണ്ടു. എന്ത് ഭാരമാണെന്നറിയോ? ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. കാലുകളുടെ കയ്യിൽ അവൻ നടന്നു നീങ്ങുന്നു. കുരിശുഭാരം താങ്ങാനാവാതെ നിലത്ത് വീണു പോകുന്നത് നീ കണ്ടു. കൈകാൽ കുത്തി മുട്ടുകൾ പൊട്ടി ചോര കുടിക്കുമ്പോൾ ഒന്നെഴുന്നേൽക്കാനാവാതെ കിടക്കുമ്പോൾ സഹായനായി പരിഹാസങ്ങളെ ഏറ്റുവാങ്ങി അവൻ കിടക്കുന്നത് നീ കണ്ടോ? സഹായം തേടി ഒരു കൈത്താഴ് തേടി അവൻ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിന്റെ കരുതൽ, നിന്റെ ഒരു ചെറിയ കൈത്താങ് അവൻ എത്രമാത്രം പ്രതീക്ഷിച്ചു കാണും. എന്നിട്ട് നീ എന്ത് ചെയ്തു? കൈ കെട്ടി നോക്കിയിരുന്നില്ലേ? ഈശോയെ പോലെ എത്ര പേർ നിന്റെ ജീവിതത്തിൽ നിന്നോട് സഹായം ചോദിച്ചു കാണും. എത്ര കൈകൾ നിനക്കു നേരെ നീട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് പുച്ഛിക്കുകയല്ലാതെ നിന്റെ കൈകൾ നീ അവർക്ക് നേരെ നീട്ടിയിട്ടുണ്ടോ? ഒന്ന് തിരിഞ്ഞു നോക്കാനെങ്കിലും നീ തയ്യാറായോ?
കണ്ടാലോ മുഖശോഭയിൽ ചുമയാൽ നിറഞ്ഞൊഴുകിയിടുന്നു മകനേ മകനേ നീ മാന്യനായിടുവാൻ മകളേ മകളേ നീ മാന്യയായിടുവാൻ സ്വന്തം മകൻ കൺമുന്നിലൂടെ ചോരയിൽ കുളിച്ച് കുരിശു ചുവന്ന് നടന്നു പോകുന്നത് കണ്ടു നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തൊരു വേദനയായിരിക്കും, അല്ലെങ്കിൽ മകൻ്റെ വേദനയായിട്ട് ഓടിയെത്തിയ അമ്മ ആ തേക്കിന് സഹായനായി അവൻ നോക്കുമ്പോൾ തിരിച്ച് ഒരു കൈത്താങ്ങാകാൻ കഴിയാതെ ചാമ്പു പൊട്ടിക്കരയുന്ന ആ അമ്മയെ നീ കണ്ടോ? അമ്മ. അല്ലെങ്കിൽ ലോകത്തേതമ്മയ്ക്കാണല്ലേ സ്വന്തം മകൻ്റെ മരണം കണ്ടു നിൽക്കാൻ ദുഃഖം കണ്ണുനീരായി പോലെ തളർന്നു കിടന്ന ആ മകനെ തൻ്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ അലറിക്കരയുന്നു ആ മുഖത്തേക്ക് നോക്കി നീ ഒന്ന് ചിന്തിക്ക്. നിനക്കില്ലേ അതുപോലൊരമ്മ വളർന്നു എന്നുള്ള നിന്റെ രാഷ്ട്രത്തിൽ പലപ്പോഴും നിന്റെ അമ്മയെ തല്ലാൻ നീ കൈ നീട്ടില്ലേ? ചങ്കു പൊട്ടുന്ന വാക്കുകളിലൂടെ നീ അവനെ ഏൽപ്പിച്ചിട്ടില്ല. നിന്റെ ഒരു ചേർത്ത് പിടിക്ക് അവൾ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഇത് തിരിച്ചറിയാതെ നീ അവളെ എത്രമാത്രം വേദനിപ്പിച്ചു. നിനക്കായി പിടഞ്ഞിടുന്നു കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു മകളേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു. ഒടുവിൽ അവൻ്റെ അവസാന വർഷത്തിൻ്റെ അവസാന മണിക്കൂറിൽ അവൻ കൊണ്ട അടിയുടെയും അവൻ സഹിച്ച വേദനയുടെയും അടയാളമായി ശരീരത്തിലെ കട്ട പിടിച്ച മുറിവിലൂടെ വസ്ത്രം വലിച്ചു പറിച്ചെടുക്കുമ്പോൾ ദശ പറഞ്ഞു വരുന്ന വേദന സഹിച്ച് അവൻ നിൽക്കുന്നത് നീ കണ്ടോ? മേൽവസ്ത്രം ഊരി ആദ്യ നഗ്നനാക്കപ്പെട്ട അവൻ അപമാനം പേര് നിൽക്കുന്നത് നോക്കിയേ. മകനെ മകളെ അവനിതെല്ലാം സഹിച്ചത് നിനക്ക് വേണ്ടിയല്ലേടാ? നിന്നെ ഈശോ അത്രമാത്രം സ്നേഹിച്ചിരുന്നില്ലേ? പകരം നീ അവനെന്താ കൊടുത്തേ? നിന്റെ സമ്പത്തിനും നിന്റെ അഭിമാനത്തിനും വേണ്ടി നിന്റെ കൂടപ്പിറപ്പിനെ പോലും ശത്രുവായിട്ട് കണ്ടില്ലേ? പണ്ടെപ്പോഴോ പറഞ്ഞുപോയ വാക്കിന്റെ പേരിൽ വർഷങ്ങളോളം ആ പക ഉള്ളിൽ കൊണ്ടു നടന്നവനല്ലേ നീ? ആ നിനക്ക് വേണ്ടിയല്ലേ അവൻ നഗ്നനായത്, അപമാനം സഹിച്ചത്? തല താഴ്ത്തി കൂർത്ത ആണികളുള്ള മുൾമുടിയാണ് നെറ്റിയിലെ മുറിവിലൂടെ വീർപ്പ് തുള്ളികൾ പൊടിയുമ്പോൾ എന്ത് നീറ്റലായിരിക്കും. മകളെ നീ ചെയ്യുന്ന ഓരോ തെറ്റും ഓരോ വഴിയായി അവൻ ഏറ്റുവാങ്ങി. എന്നിട്ടും പിന്നെയും പിന്നെയും നീ അവനെ നീയല്ലേ എന്റെ ഈശോയെ അടിച്ചത്? നീയല്ലേ പൊന്നീശോയെ കൊന്നത്? ഷോയെ
എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ടതാണ്. തിരുലിഖിതങ്ങളിൽ എഴുതപ്പെട്ട പോലെ അവൻ നിന്ദിക്കപ്പെട്ടു, മുറിവേൽപ്പിക്കപ്പെട്ടു. എന്നിട്ടും അവൻ എല്ലാത്തിലും മൗനം പാലിച്ചു. അവൻ്റെ ഓരോ സഹനങ്ങളും എന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. അവൻ്റെ ജീവനിലൂടെ അവൻ നൽകിയ പ്രകാശത്തിൽ ഞാൻ എന്നെ അറിയട്ടെ. സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലികഴിച്ച് വാടിപ്പോയ ഒരു പുഷ്പമല്ല അവൻ. 1000 സൂര്യകിരണങ്ങളെക്കാൾ കത്തിജ്വലിച്ച് ഉയർത്തെഴുന്നേറ്റവനാണവൻ. ഉയർപ്പ് ശരീരത്തിനു മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യനെ ഇല്ലാതാക്കി ഒരു പുതിയ മനുഷ്യനാകാൻ ഈ ഒരു ഈസ്റ്റർ കാലം നമ്മെ